ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സാമ്പിളിംഗ് എറർ. ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ലൈക്ക് നെറ്റ് JRF. ഇറ്റ്സ് ഫ്രം റിസർച്ച് മെത്തഡോളജി. എന്താണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ സ്മോളർ ആൻഡ് മോർ മാനേജബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജർ ഗ്രൂപ്പ്. അല്ലേ, നമ്മൾ റിസർച്ച് സ്റ്റഡിക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു പോപ്പുലേഷനിൽ നിന്നാണ് സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് സാമ്പിൾ എടുക്കുന്നത്. That means sample is a subset of a larger population and that contains the characteristics of that particular population, right? When the population is large, we need to study the population, right? So we take a part of the population and study in detail. So a sample is used in statistical testing when the population is or the population size is too large. Okay. Just see the picture. That is, you can understand population is the whole universe, whereas sample is a subpart of the population. It's a part of the population, okay? Next topic is sampling error. That's our main content. Sampling error is defined as the amount of inaccuracy in estimating some value which occurs due to considering a small section of the population called the sample instead of the whole population. എന്തുകൊണ്ടാണ് ഇങ്ങനെ സാമ്പിളിംഗ് എറർ വരുന്നത്? ഇറ്റ്സ് ഓൺലി ബിക്കോസ് വി ഹാവ് ചൂസൺ എ പെർട്ടിക്കുലർ സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. ഈ സാമ്പിളിങ്ങിന് പകരം സാമ്പിൾ സെലക്ട് ചെയ്യാതെ ഞാൻ എൻറ്റയർ പോപ്പുലേഷൻ എൻ്റെ സ്റ്റഡിയിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമ്പിളിംഗ് എറർ വന്നത്? ഞാൻ സാമ്പിളാണ് എടുത്ത് പഠിച്ചത്. ഞാൻ എൻറ്റയർ പോപ്പുലേഷൻ എടുത്ത് പഠിക്കുകയായിരുന്നെങ്കിൽ ദർ വുഡ് നോട്ട് ബി എനി ചാൻസ് ഫോർ ദ സാമ്പിളിംഗ് എറർ, റൈറ്റ്? സോ സാമ്പിളിംഗ് എറർ വന്നത് ഞാൻ ഈ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാമ്പിളിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ ദിസ് സാമ്പിളിംഗ് എറർ അറൈസ് ഓൺലി ബിക്കോസ് ഐ ഹാവ് ചൂസ് എ ടെക്നിക് ഓഫ് സാമ്പിളിംഗ് ടു സ്റ്റഡി ദ പോപ്പുലേഷൻ. So the sampling error arises only because that I have chose this sampling technique to study the population. Okay. It's also called an error. അപ്പോൾ സാമ്പിൾ സർവേ ചെയ്യുമ്പോൾ നമ്മളൊരു പോപ്പുലേഷൻ്റെ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അവിടെ there may be a chance for arising a particular inaccuracy in the information obtained. So this inaccuracy can be defined as error variance, or we can say it as sampling error. Please have a look at this picture. The biggest circle, that is the population, okay? From that population, I have drew a smaller circle that is called sampling frame. Again, from that sampling frame, I have draw a inner circle that is known as sampling. Again, from that sampling, I choose the respondents. So, while doing sampling, there are chances of errors. There may be chances of 3 types of error. They are response errors, chance errors, and frame error. Okay, there are 3 types of error, 3 types of sampling error. Okay, the first one is response error. It's due to low response or absence of response. അതായത് റെസ്പോണ്ടിൻ്റെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ട്രൂ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ദ റെസ്പോണ്ടൻസ് ടു റിപ്പോർട്ട് ദ ട്രൂ വാല്യൂ. അതിനെയാണ് നമ്മൾ റെസ്പോൺസ് എറർ എന്ന് പറയുക. സെക്കൻഡ് ടൈപ്പ് എററാണ് ചാൻസ് എറർ. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രെഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ വാല്യൂ. അതായത് അതൊരു സാമ്പിളിംഗ് എറർ തന്നെയാണ്. ആക്ച്വലി നമ്മൾ ആ പോപ്പുലേഷൻ്റെ നമ്മൾ സാമ്പിളാണല്ലോ എടുക്കുക പോപ്പുലേഷൻ പഠിക്കാനായിട്ട്. അപ്പോൾ അതിന് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഇറ്റ്സ് എസ്റ്റിമേറ്റ് ഓഫ് എ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ സാമ്പിൾ. നമ്മളൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇറ്റ്സ് ഓൺലി ബിക്കോസ് സാമ്പിൾ ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ദ ഹോൾ പോപ്പുലേഷൻ. നമ്മളൊരു പാർട്ട് എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ ആ ഒരു എസ്റ്റിമേറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ബേസ്ഡ് ഓൺ എ സാമ്പിൾ ആൻഡ് ദ ആക്ച്വൽ വാല്യൂ ഓഫ് ദ പോപ്പുലേഷൻ ഡിഫേഴ്സ്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ചാൻസ് എറർ എന്ന് പറയുന്നത്. തേർഡ് വൺ ഫ്രെയിം എററാണ്. ദാറ്റ് മീൻസ് വൈൽ സെറ്റിംഗ് എ സാമ്പിളിംഗ് ഫ്രെയിം. നമ്മളിപ്പോൾ പോപ്പുലേഷൻ പഠിക്കുക സാമ്പിൾ എടുത്തിട്ടാണ്. അപ്പോൾ സാമ്പിൾ എടുക്കാൻ വേണ്ടി വി ഹാവ് ടു സെറ്റ് എ സാമ്പിളിംഗ് ഫ്രെയിം, റൈറ്റ്? അപ്പോൾ ആ സാമ്പിൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് ആക്ച്വലി റെപ്രസെൻറ്റ് ദ എൻറ്റയർ പോപ്പുലേഷൻ. അവിടെ എറർ വരാം. അപ്പോൾ ഇത്തരം എററൊക്കെ വിച്ച് ക്യാൻ ലീഡ് ടു ഓവറോൾ സാമ്പിളിംഗ് എറർ. അവിടെ ന്യൂമറസ് എറേഴ്സ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, അപ്പോൾ അതിനെയാണ് സാമ്പിൾ ഫ്രെയിം എറർ എന്ന് പറയുന്നത്. That's all for today. I hope you found this information helpful. Thank you for tuning in. See you in the next video.